നീ വിളിക്ക് ജയ്. ഹാനു വീണ്ടും പറഞ്ഞു. ജയ് വിളിക്കാൻ ഫോൺ എടുത്തതും അവളുടെ കോൾ വന്നു. ദേ വിളിച്ചു. ജയ് ഫോൺ എടുത്ത് നേരത്തെ ചെയ്ത പോലെ സ്പീക്കറിലിട്ടു. ബോഷു വെച്ച അവള് പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. തെറി വിളിച്ചതാണോ ഏട്ടാ? ആര്യ പതിയെ അക്കുവിനോട് ചോദിച്ചു. അക്കു അവൻ അറിയില്ലെന്ന് കൈ മലർത്തി കാണിച്ചു. വാവേ, ഇവർക്കും കൂടി മനസ്സിലാകുന്ന പോലെ പറയുമോളെ, ജയ് അവളോട് പറഞ്ഞു. ഓ സോറി, സ്പീക്കറിലാണല്ലേ, ഞാൻ ഹലോ പറഞ്ഞതാണ്. നിന്റെ ഫ്രഞ്ചൊക്കെ അവിടെ മതി, ഇങ്ങോട്ട് വിളിക്കുമ്പോ വേണ്ട കേട്ടല്ലോ, സേതു പറഞ്ഞു. ഓക്കെ പപ്പ. അപ്പൊ പറ, എന്താ പരിപാടി? ഞങ്ങൾ ഡിന്നർ കഴിച്ചിരിക്കുവാണ്, നീ കഴിച്ചോ? ഇവിടെ 4:30 കഴിഞ്ഞേ ഉള്ളൂ, ഈവനിങ് ആണ് ഇവിടെ. ഞാനൊരു ജ്യൂസും കുടിച്ച് ഒരു ബർഗറും കഴിച്ചു. പിന്നെ വാവേ, നിന്നെ പോലെ BTS തലയ്ക്ക് പിടിച്ച് നടക്കുന്ന ഒരാളിവിടെ ഉണ്ട്. ആഹാ, ആണോ? ആരാ അത്? ആര്യ, അങ്കിളിന്റെ മോളാണ്. ഓ ഹായ് ആര്യ. ഹായ് ദേവു. നമുക്ക് വിശദമായി പരിചയപ്പെടാട്ടോ, ഞാൻ അങ്ങോട്ട് വരട്ടെ. ആയിക്കോട്ടെ. എല്ലാവരും ഉണ്ടോ ഇച്ച അവിടെ? മമ്മയും ആന്റിയല്ലേ എവിടെ? ഞങ്ങൾ ഇവിടെ ഉണ്ട് മോളെ, ജാനകി പറഞ്ഞു. മമ്മ പറഞ്ഞു അവിടെയുള്ളവരൊക്കെ അറിയാം, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അതിനെന്താ, മോൾ ഇങ്ങോട്ട് വാ, നമുക്ക് അടിച്ച് പൊളിക്കാം. ആയിക്കോട്ടെ. ആരോൺ വന്നില്ലേ വാവേ ഇതുവരെ? ഭാനു അവളോട് ചോദിച്ചു. വന്നു മമ്മ. ആരോൺ? അവള് നീട്ടി വിളിക്കുന്നത് അവര് കേട്ടു. സെക്യൂ ദേവു, മോം കോൾസ് യു, സേ ഹൈ ടു ദം. ദേ അടുത്ത തെറിവിളി. ആര്യ അക്കുവിനെ കേൾക്കാൻ മാത്രം പറഞ്ഞപ്പോൾ അവൻ ചിരിയോടെ അവളുടെ തലയ്ക്ക് കൊട്ടി. ഹായ് മമ്മ. ഹായ് ആരോൺ, ഹൗ ആർ യു? ഐ എം ഗുഡ് മാ, വാട്ട് അബൌട്ട് യു? ഐ എം ആൾസോ ഗുഡ് ആരോൺ. വെർ ഇസ് പപ്പ ആൻഡ് ജയ് ബ്രോ? ഹായ് ആരോൺ, ജയും സേതുവും പറഞ്ഞു. ഹായ്, ഹൗ വാസ് യുവർ ട്രിപ്പ്? ഇറ്റ്സ് നൈസ് യാ. ഓക്കെ, സീ യു ദെൻ. ഓക്കെ ബൈ. ബൈ ദേവു. അവള് ദേവുവിന് ഫോൺ കൊടുത്തു. അവള് പോയോ വാവേ? ആ മമ്മ, അവളുടെ ഫോൺ റിങ് ചെയ്തു. പിന്നെ വേറെന്തുണ്ട്? വേറെ ഒന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിന് പോണം. എങ്ങോട്ട്? അങ്ങനെയൊന്നുമില്ല, കുറെ ചുറ്റി അടിക്കണം, ഫുഡ് അടിക്കണം, ഒരു മൂവി, അങ്ങനെയൊക്കെ. ലേറ്റ് ആവരുത്. എന്നോ? നിന്നെ ഞങ്ങൾക്ക് അറിയില്ലേ, എന്നാ ചെല്ല്, പൊയ്ക്കോ. ഓക്കെ ബൈ, മിസ് യു. മിസ് യു ടു. അവള് ഫോൺ വെച്ച് പോയി. അവളുടെ സംസാരം കേൾക്കുമ്പോ പെണ്ണിനെ കാണാൻ തോന്നുന്നു. രുക്മിണി പറഞ്ഞു. അവളുടെ കോഴ്സ് കഴിയാതെ വരാൻ പറ്റില്ലല്ലോ അമ്മേ. നിങ്ങൾ വന്നതല്ലേ, നേരത്തെ കിടന്നു, ക്ഷീണം മാറട്ടെ. എല്ലാവരും അവരുടെ മുറിയിലേക്ക് പോയി. മുറിയിലെത്തിയപ്പോഴാണ് ആര്യ വെള്ളം എടുക്കാൻ മറന്നുവെന്ന് മനസ്സിലാക്കിയത്. അവള് വെള്ളം എടുക്കാൻ വേണ്ടി വീണ്ടും താഴേക്കിറങ്ങി. അവള് സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് ജയ് കയറി വരുന്നത് കണ്ടത്. അവന്റെ ശ്രദ്ധ മുഴുവൻ ഫോണിലായതുകൊണ്ട് അവൻ അവളെ കണ്ടില്ല. ആ സമയം ആര്യയുടെ കോഴികൾ അവനെ നന്നായി സ്കാൻ ചെയ്തു. ദൈവമേ, ചേട്ട ഇങ്ങനെയാണ്, അനിയത്തി എന്താവും? അവളൊന്ന് ഓർത്തു. മുന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് ജയ് ഫോണിൽ നിന്ന് മുഖമുയർത്തി നോക്കിയത്. വായും തുറന്ന് അവനെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടപ്പോ അവൻ നെറ്റിച്ചൊളിച്ചു. ഹേയ്! അവൻ അന്തം വിട്ട് നിൽക്കുന്ന അവളുടെ മുന്നിലൂടെ കൈവീശി. എവിടെന്ന്? പെണ്ണിന് യാതൊരു ബോധവും ഇല്ല. അവൾ അപ്പോഴും വായും തുറന്ന് അവനെ നോക്കുകയാണ്. എക്സ്ക്യൂസ് മീ. അവൻ അവൾക്ക് മുന്നിൽ വിരൽ ഞൊടിച്ചു. അത് കേട്ടതും അവളുടെ വായ അടഞ്ഞു. അവൾ ഞെട്ടി അവനെ നോക്കി. വാട്ട് ഹാപ്പൻ? അവൻ അവളെ നോക്കി സംശയത്തോട് നോക്കി. നോ, നത്തിങ്. അവള് പെട്ടെന്ന് പുഞ്ചിരിയോടെ പറഞ്ഞു. അറിയോ ഓക്കെ? അവൻ വീണ്ടും ചോദിച്ചു. യാ, ഐ എം ഓക്കെ. അവള് പെട്ടെന്ന് പറഞ്ഞ് താഴേക്ക് ഓടിയിറങ്ങി. ജയ് അവളെ ഒന്ന് നോക്കി വീണ്ടും ഫോണിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് കയറിപ്പോയി. താഴേക്ക് ചെന്ന ആര്യ ചിരിയോടെ അവളുടെ തലയിൽ കൊട്ടി. എന്റെ പൊന്നാര്യേ, നിനക്ക് കിളിയില്ല എന്ന് ഇവിടെ ഉള്ളവർക്കറിയാം, ഇന്ന് വന്നവരെ കൂടെ അറിയിക്കല്ലേ? അവൾ അവളോട് തന്നെ പറഞ്ഞു. പിന്നെ ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി വെള്ളവും എടുത്ത് അവൾ മുറിയിലേക്ക് പോയി. ഇതേ സമയം അങ്ങ് അകലെ പാരീസിൽ. വാട്ട് ഹാപ്പൻ ആരോൺ? വൈ ആർ യു ക്രൈയിങ്? ദേവു ആരോണിന്റെ അടുത്ത് ബാൽക്കണിയിൽ ഇരുന്നു. ആരോൺ ആണെങ്കിൽ കരഞ്ഞു കരഞ്ഞു മൂക്ക് പിഴിഞ്ഞ് വാങ്ങി വെച്ചിരുന്ന ടിഷ്യൂ ഒക്കെ കഴിഞ്ഞു. ആരോൺ ഒന്നും പറയാതെ വീണ്ടും മോങ്ങിയിരിക്കുന്ന കണ്ടപ്പോ ദേവുവിന് ദേഷ്യം വന്നു. ഡി പാലക്കാരി അച്ചായത്തി, പറയടി ചൂര്, എന്താ നിന്റെ പ്രശ്നം? ദേവു കലിപ്പിട്ടപ്പോ ആരോണിന്റെ കരച്ചിൽ അവിടെ നിന്നു. അവൻ എന്നെ തേച്ചടി അമ്മായിക്ക്. എന്റെ പൊന്നേ, നിനക്കിത് തന്നെയാണോ ജോലി? നിന്റെ എത്രാമത്തെ ബ്രേക്കപ്പ് ആടി ഇത്? 12ാമത്തെ. മൂക്ക് പിഴിഞ്ഞുകൊണ്ട് ആരോൺ പറഞ്ഞപ്പോൾ ദേവു തലയിൽ കൈവച്ചു. നിനക്കിത് തന്നെയാണോ പണി കുഞ്ഞേ? അങ്ങനെയല്ല ദേവു, ഇത് സിൻസിയർ ആയിരുന്നു. അവൻ എങ്ങനെ തോന്നിയടി എന്നെ തേക്കാൻ? കഴിഞ്ഞ 11 സിൻസിയർ ആയിരുന്നല്ലോ അല്ലേ? കരച്ചിലിനിടയിൽ അവൾ ഇളിക്കുന്നത് കണ്ടപ്പോ ദേവു അവൾക്കിട്ടൊന്ന് കൊടുത്തു. എണീറ്റ് വന്നേ നീ, നമ്മൾ പുറത്തു പോവാൻ പ്ലാൻ ചെയ്തതല്ലേ, വാ. ആരോൺ എണീറ്റു. എന്നാലും ദേവു സങ്കടം വരുന്നു. ആരോൺ പിന്നെയും തുടങ്ങി. അടുത്ത ഒന്നിനെ കിട്ടുമ്പോ ഈ സങ്കടം മാറും. ഇപ്പൊ റെഡിയാവും, നമുക്ക് പോവാം. ടിഷ്യൂ എടുത്ത് മൂക്ക് പിഴിഞ്ഞ് ദേവുവിന്റെ കയ്യിൽ കൊടുത്ത് ആരോൺ മുറിയിലേക്ക് കയറി. അയ്യേ ഈ പെണ്ണ്! ദേവു അതെടുത്ത് വേസ്റ്റ് ബിന്നിലിട്ടു.
രണ്ടുപേരും റെഡിയായി ഔട്ടിങ്ങിന് ഇറങ്ങി. ദേവുവിന്റെ ഫോൺ അടിക്കുന്നത് കേട്ടാണ് ആരോൺ അവരുടെ മുറിയിലേക്ക് വന്നത്. ദേവു നല്ല ഉറക്കമാണ്. ആരാണോ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത്? ആരോൺ ദേവുവിന്റെ ഫോൺ എടുത്തു നോക്കി. ജയുടെ വാട്സപ്പ് കോൾ ആയിരുന്നു അത്. ചേട്ടായി ആണോ? ആ, എനിക്കും ഉണ്ട് ഒരു വീട്ടുകാരൊക്കെ. റബ്ബർ കൃഷി ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ആകെയുള്ള ഈ വാഴയെ മറന്നുപോയോ എന്തോ. പാവ ആരോൺ. ഫോൺ കയ്യിലെടുത്ത് ആരോൺ സുഖമായി ഉറങ്ങുന്ന ദേവുവിന്റെ അടുത്തേക്ക് ചെന്നു. ദേവു വേക്കപ്പ്. അവള് ദേവുവിനെ വിളിച്ചു. വാട്ട്? ഒന്നുകൂടെ ചുരുണ്ടുകൊണ്ട് അവള് ചോദിച്ചു. യുവർ ഫോൺ ഈസ് റിംഗിങ്. ഫോർ ദിസ് മോർണിംഗ് ടു ലൂസ് സ്ലീപ്. അവൾ ഈർഷ്യയോടെ ബ്ലാങ്കറ്റ് എടുത്ത് മാറ്റി. ജയിച്ചേട്ടായി. അവളുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്ത് ആരോൺ അവളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. ആ പിന്നെ കോളേജിൽ പോണം, പെട്ടെന്ന് റെഡി ആയിക്കും, സമയം 8:30 പോകുന്ന പോക്കിൽ ആരോൺ അവളോട് പറഞ്ഞു. ആ. ദേവ് ഫോണിലേക്കൊന്ന് നോക്കി. പിന്നെ എണീറ്റ് ഫ്രഷ് ആവാൻ കയറി. എന്താ ചെയ്? പാവ ഫോൺ എടുക്കുന്നില്ലേ? എല്ലാവരും ജയിക്ക് ചുറ്റുമുണ്ട്. ഭാനു അവനോട് ചോദിച്ചു. അവൾ എണീക്കട്ടെ മമ്മ, നമ്മളിവിടെ ലഞ്ച് കഴിച്ചിരിക്കുന്ന പോലെയാണോ? അവൾക്കൊന്ന് എണീക്കാനുള്ള സമയം കൊടുക്ക്, അവള് തിരിച്ചു വിളിച്ചോളും. ഫോണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ജയ് പറഞ്ഞു. അല്ല ജയ്, അവളുടെ കൂടെയുള്ള മറ്റേ കുട്ടിയുണ്ടല്ലോ, എന്താ? ആ, ആരോൺ. അവൾ അവിടത്തുകാരിയാണോ? ഐ മീൻ പാരീസിൽ തന്നെ ഉള്ളതാണോ? പേണു അവനോട് ചോദിച്ചു. അല്ലങ്കിൾ, ഷീ ഈസ് ഫ്രം കേരള, കോട്ടയം. ആരോൺ അന്ന മാത്യു. അവളെ MBA ചെയ്യാൻ വേണ്ടി 2 years മുമ്പ് വന്നതാണ് പാരീസിലോട്ട്. അല്ല, അവരുടെ സംസാരം കേട്ടപ്പോ ഞാൻ കരുതി അവൾ അവിടത്തെ ആളാണെന്ന്. ഏയ്, അവൾക്ക് ഫ്രഞ്ച് പഠിപ്പിച്ചു കൊടുത്തത് വാവയാണ്. ദേവ് നന്നായി സംസാരിക്കുമോ അവിടുത്തെ ഭാഷ? ജാനകി ചോദിച്ചു. വാവ സംസാരിക്കും, അവൾ കുറെ ആയില്ലേ അവിടെ. അല്ല ജയ്, അവിടെ ജനിച്ചു വളർന്ന നിങ്ങളെങ്ങനെ ഇത്ര ഈസിയായി മലയാളം സംസാരിക്കുന്നത്? അക്കു അവന്റെ സംശയം ചോദിച്ചു. അവന്റെ ചോദ്യത്തിന് ജയ് ഒന്ന് ചിരിച്ചു. ഞങ്ങളെ വീട്ടിൽ സംസാരിക്കുന്ന മലയാളമാണ് അക്കു. ഞങ്ങള് രണ്ടുപേരും അവിടെയാണ് ജനിച്ചതെങ്കിലും പപ്പയും അമ്മയും ഇവിടെ ജനിച്ചു വളർന്നവരല്ലേ. വീട്ടിൽ മലയാളം മാത്രം, അങ്ങനെ പഠിച്ചതാണ്. അതുമല്ല, എന്റെ കൂടെ ഹോസ്പിറ്റലിൽ മലയാളി ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ. ആര്യ ചോദിച്ചു. എനിക്കറിയാം, വാവയ്ക്ക് മലയാളം മനസ്സിലാവും, അവള് സംസാരിക്കുകയും ചെയ്യും. പക്ഷെ എഴുതാനും വായിക്കാനും അവൾക്ക് ബുദ്ധിമുട്ടാണ്. ഓ, അവൾക്ക് മലയാളി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അവൾക്ക് അമേരിക്കയിലായിരുന്നപ്പോ ഫുൾ അവിടത്തെ കുട്ടികളായിരുന്നു കൂട്ട്. പാരീസിൽ പോയപ്പോൾ അവളുടെ അപ്പാർട്ട്മെന്റിലും കൂടെ ഉണ്ടായിരുന്ന അവിടത്തെ ആളായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ കൂടിയിട്ടാണ് ഫ്രഞ്ച് അവള് പഠിച്ചത്. ഇപ്പൊ MBA ചെയ്യാൻ തുടങ്ങിയിട്ട് കിട്ടിയ കൂട്ടാണ് ആരോൺ. ആരോണിനെ അവള് ഫ്രഞ്ച് പഠിപ്പിക്കുന്നതിന് ആരോ അവളെ മലയാളവും പഠിപ്പിക്കുന്നു. ജയ് പുഞ്ചിരിയോടെ പറഞ്ഞു. എല്ലാവരും കൗതുകത്തോടെ അവൻ പറയുന്നതെല്ലാം കേട്ടിരുന്നു. പുഞ്ചിരിയോടെ അതെല്ലാം നോക്കി സേതുവിന്റെ തോളിച്ചാരി ഭാനു ഇരിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ജയയുടെ ഫോൺ അടിച്ചു. ദേവു ആണെന്ന് കണ്ടതും അവൻ സ്പീക്കറിലിട്ടു. എല്ലാവരും ഫോണിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഗുഡ് മോർണിംഗ് ഇച്ചാ. മോളെ, ഞങ്ങൾക്കിവിടെ നൂണാണ്. ഓ സോറി. സാരല്ല, നീ എവിടെയായിരുന്നു? നേരത്തെ വിളിച്ചപ്പോ എടുത്തില്ലല്ലോ. ഞാൻ ഉറങ്ങുമായിരുന്നു ഇച്ചാ. ആരോൺ ഫോൺ കൊണ്ട് തന്നപ്പോഴാണ് എണീറ്റത്. അതെന്താടാ ലേറ്റ് ആയോ? ദേഷ്യപ്പെടും എന്നോട്. അപ്പൊ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്, പറയ കേക്കട്ടെ. അത് ഇന്നലെ ഔട്ടിങ്ങിന് പോയപ്പോ ചെറുതായി ഒന്ന് പബ്ബിൽ കയറി. പാവേ. ജയുടെ സ്വരം കനത്തു. ഒത്തിരി ഒന്നും ഇല്ല ഇച്ചാ, ഒരു ഗ്ലാസ് വൈൻ മാത്രം, ഇനി ചെയ്യൂല, പ്രോമിസ്. അതാണോ ലേറ്റായേ? അത് കഴിഞ്ഞ് ഒരു മൂവിക്ക് കയറി, പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ട് ഉറക്കം വരാഞ്ഞപ്പോ ഞങ്ങൾ രണ്ട് നെറ്റ്ഫ്ലിക്സ് ഇരുന്ന് കണ്ടു. അതുകൊണ്ട് ഉറങ്ങിയപ്പോ ലേറ്റായി. സാരമില്ല, ഇനി പബ്ബിൽ പോവോ? അങ്ങോട്ട് വരുന്നത് വരെയല്ലേ ഉള്ളൂ. ഞാൻ പോവും, പക്ഷെ ഡ്രിങ്ക്സ് യൂസ് ചെയ്യില്ല. കോളേജില്ലേ? ആ, ആരോണിനെ വെയിറ്റ് ചെയ്യുക. ദേവു. അവള് സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് ആരോൺ അവളെ വിളിച്ചത്. ഇച്ചാ ഒന്ന് ഹോൾഡ് ചെയ്യണേ. ആ മോളെ. അവൾ ആരോണിന്റെ അടുത്തേക്ക് പോയി. അവരുടെ സംസാരം അവർക്ക് കേൾക്കാമായിരുന്നു. എന്താ അരുൺ? എടി, എങ്ങനെയുണ്ട് ഇതിട്ടിട്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. അല്ല, ഇതിട്ട് എങ്ങോട്ടാ? കോളേജിലേക്ക്. എന്റെ പൊന്നേ, നിനക്ക് എന്തിന്റെ കേടാ? സത്യം പറഞ്ഞു, നീ പുതിയ ലൈൻ സെറ്റാക്കാനല്ലേ എടി? നിനക്ക് മനസ്സിലായോ? നിനക്ക് ഇതുവരെ കിട്ടിയ ബ്രേക്കപ്പ് ഒന്നും പോരെ. ഇത് സിൻസിയറാണ്, സത്യം. എന്റെ കുഞ്ഞെ, കഴിഞ്ഞത് മൊത്തം നീ ഇത് തന്നെയാണല്ലോ പറഞ്ഞത്. നിനക്ക് ഇനിയും മതിയായില്ലേടി? എന്നിട്ട് 2 വർഷമേ ആയുള്ളൂ, അതിനിടെ 12 ബ്രേക്കപ്പ്. നിനക്ക് എങ്ങനെ സാധിക്കുന്നു കുഞ്ഞെ? പോടി, കളിയാക്കാതെ. കളിയാക്കിയതൊന്നുമല്ല. അപ്പന്റെ നാട്ടിൽ റബ്ബർ കൃഷി, മോൾക്ക് പാരീസിൽ കോഴിക്കൃഷി. ഇവിടെ ജനിച്ചു വളർന്ന നിനക്കിതൊന്നും ഇല്ലാത്തന്റെ അസൂയ, ജലസ്. അത് നിന്നോട്. എന്നെ വിട്ടേക്ക് മോളെ. പൊടി, വാ പോവാം, ഞാനിന്ന് കലക്കും. ആരോ അവളുടെ ബാഗ് എടുത്തിറങ്ങി. അപ്പോഴാണ് ദേവിന് ഹോൾഡ് ചെയ്തു വെച്ച ഫോണിന്റെ കാര്യം ഓർമ്മ വന്നത്. അവൾ ഓടിപ്പോയി ഫോൺ എടുത്തു. ഹലോ ഇച്ച. എന്തോന്നായിരുന്നടി എവിടെ? ചുമ്മാ. ആ പിന്നെ, എനിക്ക് ടൈമായി, ഞാൻ പോവാ, വിളിക്കാം, ബൈ. ആ ബൈ. ഫോൺ വെച്ച് അവൾ ബെഡിൽ കിടന്ന് അവളുടെ ബാഗ് എടുത്ത് ഫോൺ ജീന്റെ പോക്കറ്റിലേക്ക് ഇട്ട് കോളേജിലേക്ക് ഇറങ്ങി. ഇതേ സമയം തറവാട്ടിലുള്ളവരെല്ലാം ആരോന്റെ കോഴിക്കൃഷിയെ പറ്റി കേട്ടതിലുള്ള അമ്പരപ്പിലായിരുന്നു. ഇവള് കോഴിയായിരുന്നോ?
അക്കു അന്തം വിട്ട് ചോദിച്ചു. അതൊരു പാവാടാ, പാവയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് അവളെ. ജയ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ മോനെ ജയ്, ആളെ അങ്ങ് പിടിച്ചെന്ന് തോന്നല്ലോ. അക്കു അവനെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ എനിക്ക് വാവയെ പോലെയാണ്. അവള് വാവയുടെ കൂടെ അമേരിക്കയിലെ വീട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ആഹാ. ഈ സമയമല്ല ആര്യയുടെ കണ്ണുകൾ ജയുടെ മേലെയായിരുന്നു. എന്തുകൊണ്ടോ ആരോണിനെ പറ്റി അക്കു അവളോട് ചോദിച്ചപ്പോ അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഇന്നലെ കണ്ട ആൾക്ക് വേണ്ടി ഇത്ര പെട്ടെന്ന് ഉള്ളു പിടയുമോ? അവൾ അവളോട് തന്നെ ചോദിച്ചു. നഖവും കടിച്ച് കിളി പോയ പോലെ നിൽക്കുന്ന അവളെ ജയ ഒരു നിമിഷം നോക്കിയിരുന്നു. അവളുടെ നിൽപ്പും ഭാവവും കണ്ട് അവന് ചിരി വന്നു. അക്കു. ജയ അക്കുവിനെ വിളിച്ചു. എന്താടാ? അക്കു ഫോണിൽ നിന്ന് മുഖമുയർത്തി നോക്കി. ഇയാൾ ഇങ്ങനെ തന്നെയാണോ? ഇടയ്ക്കിടെ സ്റ്റക്കാവുന്നു. ആര്യയെ ചൂണ്ടിക്കാണിച്ച് അവൻ ചോദിച്ചു. അപ്പോഴാണ് അക്കു ആര്യ ശ്രദ്ധിക്കുന്നത്. ആകെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട് ആള്. ഇവളെന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഡി. അക്കു അവളെ വിളിച്ചു. എവിടെന്ന്? അവൾക്ക് യാതൊരു കുലുക്കവും ഇല്ല. അവസാനം അക്കു കൈ കിട്ടിയ എന്തോ ഒരെണ്ണം അവളുടെ ദേഹത്തേക്ക് എറിഞ്ഞു. അവള് ഞെട്ടി. എന്താ ഏട്ടാ? അവൾ അക്കുവിനെ നോക്കി പല്ലു കടിച്ചു. നീ ഇത് ഏത് ലോകത്താ? എത്ര നേരമായി നിന്നെ വിളിക്കുന്നു? ഞാൻ എന്തോ ആലോചിച്ച് നിന്നതാണ്, കേട്ടില്ല. എനിക്കും ജയിക്കും ഓരോ ഗ്ലാസ് വെള്ളം കൊണ്ടുവാ, അക്കു അവളോട് പറഞ്ഞു. ആ ഓക്കെ. അവൾ അടുക്കളയിലേക്ക് പോയി. അവള് പോകുന്നത് നോക്കിയിരിക്കുന്ന ജയ്യെ കണ്ടപ്പോ അക്കുവിന്റെ മുഖത്തൊരു കുഞ്ഞു പുഞ്ചിരി തെളിഞ്ഞു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. സേതുവും കുടുംബവും അമേരിക്കയിൽ നിന്നും വന്നിട്ട് 4 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ ദേവു 4 മാസമായിട്ടും വന്നില്ല. അവൾക്ക് അവിടുന്ന് പോരാൻ മനസ്സ് വരുന്നില്ല പോലും. അതിന്റെ പരിഭവത്തിലായിരുന്നു എല്ലാവരും അവളോട്. ഇതിപ്പോ 2 ദിവസമായിട്ട് അവൾ ഇങ്ങോട്ടും വിളിക്കുന്നില്ല, അങ്ങോട്ട് വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. എന്താ ജയ്, എടുക്കുന്നുണ്ടോ? സേതു വേവലാതിയോടെ ചോദിച്ചു. ഇല്ല പപ്പ, എന്നത്തെയും പോലെ റിങ്ങുണ്ട്. ഈശ്വരാ, എന്റെ മോള്. ഭാനു കരച്ചിന്റെ വക്കിലെത്തിയിരുന്നു. കരയാതെ ഭാനു, അവൾ എന്തെങ്കിലും തിരക്കിപ്പെട്ടിട്ടുണ്ടാവും, അതാവും. സേതു ഭാനുവിനെ സമാധാനിപ്പിച്ചു. അപ്പോഴും ജയ് അവന്റെ വാവയുടെ ഫോണിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കമ്പനിയിലേക്ക് പോവാൻ റെഡിയായി ഇറങ്ങിയതാണ് അക്കു. അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മുറ്റത്തൊരു ടാക്സി വന്ന് നിന്നത്. അച്ഛാ, ദേ ആരോ വന്നിരിക്കുന്നു, അക്കു അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും പുറത്തേക്ക് വന്നു. ടാക്സിയിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ട് ജയും സേതുവും ഭാനുവും വായ പൊളിച്ചു. മറ്റുള്ളവരാണ് അവളെ മനസ്സിലാവാതെ നിൽക്കുന്നു. വാവാ. ജയ് അവളെ തന്നെ നോക്കി പറയുന്നത് കേട്ടപ്പോ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. ദേവുമോളാണോ ഭാനു ഇത്? അപ്പൂപ്പൻ ചോദിച്ചു. ആ, ദേവുവാ, ഭാനുവും പറഞ്ഞു. എല്ലാവരുടെയും മുഖത്തെ അത്ഭുതവും സന്തോഷത്തിലേക്ക് മാറി. അക്കു അവളെ തന്നെ നോക്കി നിന്നു. വെളുത്ത നിറമാണ് ആള്. കുഞ്ഞു കണ്ണുകൾ, ഇളം റോസ് നിറത്തിലുള്ള അധരങ്ങൾ. വല്ലാത്തൊരു ഭംഗി അവളുടെ മുഖത്തിന്. ഡാർക്ക് ബ്രൗൺ കളറുള്ള അവളുടെ മുടി പരന്നു കിടക്കുന്നുണ്ട്. ബ്ലൂ ജീനും വൈറ്റ് ടീഷർട്ടുമാണ് വേഷം. ടീഷർട്ടിന് മുകളിൽ ബ്ലാക്ക് സിപ്ഡ് ഹൂഡി ഇട്ടിട്ടുണ്ട്. ആള് സുന്ദരിയാണ്. വല്ലാത്തൊരു ആകർഷണം അവളെ കാണുമ്പോൾ അക്കുവിന് തോന്നി. ടാക്സിയിൽ നിന്ന് ലഗേജ് എല്ലാം എടുത്ത് അവൾ എല്ലാവരെയും നോക്കി നന്നായെന്ന് വിളിച്ചു. എന്താ? ഞാൻ ദേവുവാണ്, ദേവാഗ്നിക. ദേവു അവരോട് പറഞ്ഞു. ജയും സേതുവും ഭാനു അവളുടെ അടുത്തേക്ക് ചെന്നു. മനുഷ്യനെ പേടിപ്പിക്കാൻ 2 ദിവസമായില്ലേ നീ വിളിച്ചിട്ട്? ഭാനു അവളെ ചെറുതായി തല്ലി. ഇങ്ങനെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടി ചെയ്തതല്ലേ മമ്മ? അവള് ഭാനുവിന്റെ താടി പിടിച്ച് കൊഞ്ചിച്ചു. തീ തീറ്റിച്ചു കളഞ്ഞു. സേതു അവളുടെ ചെവി പിടിച്ചു. വീട് പപ്പ, ഇനി ചെയ്യൂല. അവള് സേതുവിന്റെ കൈ വിടുവിപ്പിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവരുടെ കളി കണ്ട് എല്ലാവരും ചിരിച്ചു. മതി എന്റെ മോളെ ഉപദ്രവിച്ചത്, ഇങ്ങ് വാ മോളെ. രാമകൃഷ്ണൻ അവളെ അടുത്തേക്ക് വിളിച്ചു. സേതുവിന്റെ കയ്യിൽ നിന്നും കുതറി അവൾ അപ്പൂപ്പന്റെ അടുത്തേക്ക് ചെന്നു. അവരെല്ലാം അവളെ കൂട്ടി അകത്തേക്ക് കയറി. അവർക്ക് പുറകെ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിന്ന അക്കുവും കയറി. എല്ലാവരുടെയും പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ദേവുവിന്റെ കണ്ണ് ജയ ഉടക്കിയത്. അവൻ അവരിൽ നിന്നെല്ലാം വിട്ടുനിന്ന് അവളെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. വന്നിട്ട് ഇത്രയും സമയമായിട്ടും അവനോടൊന്നും മിണ്ടിയിട്ടില്ലെന്ന് അപ്പോഴാണ് അവൾ ഓർത്തത്. അവളെ സൽക്കരിക്കാൻ തിടുക്കം കൂട്ടുന്ന ഭാനുവിന് ജാനകിക്കും രുക്മിണിക്കും ഇടയിൽ നിന്നും അവൾ പെട്ടെന്ന് എണീറ്റോടി. അവളുടെ പ്രവൃത്തി കണ്ട് അവരെല്ലാം അന്തിച്ചുകൊണ്ട് അവളെ നോക്കി. അവളെ തന്നെ നോക്കി നിൽക്കുന്ന ജയുടെ അടുക്കലേക്ക് പാഞ്ഞു ചെന്ന് അവനെ ഇറുകെ പുണർന്നു. അവന്റെ കണ്ണുകളും ചെറുതായി നനഞ്ഞിരുന്നു. അത് കണ്ടുകൊണ്ട് നിന്ന് അവരെല്ലാം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചു. ഇപ്പോഴാണോ എന്റെ വാവ ഇച്ചയെ കണ്ടത്? അവളെ ഇറുകെ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. സോറി ഇച്ച. അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവൻ അവന്റെ 2 കൈകൊണ്ടും അവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. യാത്രയ്ക്ക് സുഖമായിരുന്നോടാ? ആയിരുന്നു. നീ 2 ദിവസം വിളിക്കാഞ്ഞിട്ട് ഇച്ച എത്ര പേടിച്ചെന്നറിയുമോ? ഞാൻ ഇങ്ങനെ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തുകൊണ്ടായിരുന്നു ഇച്ച. സോറി. സാരമില്ല, ഇങ്ങ എത്തിയല്ലോ നീ. ഇച്ച നിന്നെ ഒത്തിരി മിസ് ചെയ്തിരുന്നു. ഞാനും. ജയ് അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയെ ചുംബിച്ചു. അവളും അവന്റെ കവിളിൽ ഉമ്മ വെച്ചു. മറ്റുള്ളവർ കാണുകയായിരുന്നു അവനിലെ സഹോദരനെ, അവനിലെ അച്ഛനെ. ആരെ ഇമ്മ വെട്ടാതെ ജയ് അവന്റെ പ്രവൃത്തികളും നോക്കി നിന്നു. അവളുടെ ഉള്ളിലൊരു തണുപ്പ് വന്ന് നിറയുന്നത് അവൾ അറിഞ്ഞു.